ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്, ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ 179 ദിവസത്തേക്ക് 900 രൂപ ദിവസവേതനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഗണിതം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദമാണ് യോഗ്യത. സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താൻ കഴിവുള്ളവർക്കും വെബ്സൈറ്റ് ഡിസൈൻ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് എന്നിവയിൽ വൈദഗ്ധ്യമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.cet.ac.in നിന്നും അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ജനുവരി 30 രാവിലെ 10 മണിക്ക് ഓഫീസിൽ എത്തിക്കണം. എഴുത്തു പരീക്ഷ, പ്രായോഗിക പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിലെ സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർ നിയമനത്തിന് പ്രതിദിനം 730 രൂപ നിരക്കിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SLCയും കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി വരുന്നത് 55 വയസ്സ് കവിയരുത്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വേണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ, ബയോഡേറ്റ, വയസ്സും യോഗ്യതയും തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുകൾ എന്നീ രേഖകൾ സഹിതം ഫെബ്രുവരി 7 വൈകിട്ട് 5 മണിക്കകം പ്രിൻസിപ്പൽ, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, മുട്ടത്തറ, പാറ്റൂർ, പഞ്ചൂർ PO, തിരുവനന്തപുരം 695035 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടി ട്രൈബൽ പ്ലാന്റേഷൻ കോപ്പറേറ്റീവ് ലിമിറ്റഡിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റ് ട്രെയിനി നിയമനം നടത്തുന്നുണ്ട്. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത വരുന്നത്. 35 വയസ്സിന് താഴെ പ്രായമുള്ള പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി ജനുവരി 31 വൈകിട്ട് 5 മണിക്കകം സബ് കളക്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, പ്രിയദർശിനി ടി എസ്റ്റേറ്റ്, പിലാക്കാവ് PO, മാനന്തവാടി എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ ഫാക്ടറി priyadarshini@gmail.com അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ വഴി മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിൽ ചിറക്കൽ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട്. 40 വയസ്സിൽ താഴെയുള്ള GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ജനുവരി 30 രാവിലെ 11 മണിക്ക് ഡിസ്പെൻസറിയിൽ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ജെൻഡർ റിസോഴ്സ് സെൻറ്റർ പ്രവർത്തനത്തിന് വുമൺ ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നുണ്ട്. യോഗ്യത ജെൻഡർ സ്റ്റഡി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതിലെങ്കിലും ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും സമാന മേഖലകളിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി 22 മുതൽ 35 വയസ്സ് വരെയാണ്. അഭിമുഖം ഫെബ്രുവരി 2 രാവിലെ 10 മണിക്ക് കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ മുട്ടിക്കുളങ്ങര ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ കെയർ ടേക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. +2 ആണ് അടിസ്ഥാന യോഗ്യത വരുന്നത്. പ്രായപരിധി വരുന്നത് 25 മുതൽ 45 വയസ്സ് വരെയാണ്. മുട്ടിക്കുളങ്ങര, മുണ്ടൂർ, ഒലവക്കോട് എന്നിവിടങ്ങളിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ അഭിമുഖത്തിനായി ജനുവരി 30 രാവിലെ 11 മണിക്ക് ചിൽഡ്രൻസ് ഹോമിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജനുവരി 31 വൈകിട്ട് 3 മണിക്ക് മുമ്പായി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടോ തപാൽ വഴിയോ അപേക്ഷ നൽകണം. പ്രായപരിധി വരുന്നത് 18 മുതൽ 41 വയസ്സ് വരെയാണ്. നിയമാനുസൃത ഇളവുകൾ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. സാധുതയുള്ള ലൈറ്റ് മോട്ടോർ വാഹന ഡ്രൈവിംഗ് ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തത് പാലക്കാട് ജില്ലയിലെ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനത്തിന് അഭിമുഖം ജനുവരി 30 നടക്കും. ഒപ്റ്റോമെട്രിസ്റ്റ്, ആയുർവേദ തെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ് തസ്തികകളിലേക്കാണ് നിയമനം. ഒപ്റ്റോമെട്രിസ്റ്റ് തസ്തികയിൽ BSc ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ ഒപ്റ്റോമെട്രിയിൽ 2 വർഷ ഡിപ്ലോമയാണ് യോഗ്യത വരുന്നത്.
ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് കേരള സർക്കാർ DME അംഗീകരിച്ച ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സാണ് യോഗ്യത. കൂടാതെ NARIP ചെറുതുരുത്തിയിൽ നിന്നും 1 വർഷത്തെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പൂർത്തിയാക്കിയവരെയും പ്രവൃത്തി പരിചയമുള്ളവരെയും സർവീസിൽ നിന്ന് വിരമിച്ച തെറാപ്പിസ്റ്റുകളെയും പരിഗണിക്കുന്നതാണ്. ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ഫാർമസിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സും നഴ്സും ഫാർമസിസ്റ്റും തത്തുല്യമായ കോഴ്സും പരിഗണിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർ കൽപ്പാത്തി ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഓഫീസിൽ രാവിലെ 10:30 മുതൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.